അതെന്തോ പ്ലാസ്റ്റിക്കിനകത്തോ? പൊട്ടു അത്. നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും സന്തോഷകരമായിട്ടുള്ള മുഹൂർത്തങ്ങൾ ക്യാമറയിൽ പകർത്തി യൂട്യൂബിലോ ഇൻസ്റ്റയിലോ ഒക്കെ അപ്ലോഡ് ചെയ്തതിനു ശേഷം ആളുകളുടെ റെസ്പോൺസിന് വേണ്ടി കാത്തിരിക്കാത്തവരായി ആരും ഉണ്ടാവില്ലല്ലോ അല്ലെ? സന്തോഷകരമായിട്ടുള്ള ഒരു മുഹൂർത്തം ഷെയർ ചെയ്യുമ്പോൾ അത് കാണുന്നവരിൽ നിന്നും തിരിച്ചും ഒരു പോസിറ്റീവ് റെസ്പോൺസ് ആയിരിക്കും എല്ലാവരും പ്രതീക്ഷിക്കുക അല്ലെ? പക്ഷേ പ്രതീക്ഷിച്ചതിൽ നിന്നും നേരെ വിപരീതമായി പോസിറ്റീവ് റെസ്പോൺസിന് പകരം നെഗറ്റീവ് കിട്ടി കഴിഞ്ഞാണെങ്കിൽ എന്തായിരിക്കും അവസ്ഥ? അത് നമുക്ക് ആദ്യമായി ജനിച്ച കുഞ്ഞിന്റെ വിശേഷങ്ങൾ ഷെയർ ചെയ്തുകൊണ്ടുള്ള വീഡിയോക്ക് താഴെയാണ് ഇങ്ങനെ നെഗറ്റീവ് റെസ്പോൺസ് വരുന്നത് എങ്കിൽ എന്തായാലും നമുക്ക് വിഷമമാകും അല്ലെ? ഈയിടെ അങ്ങനെ ഒരു അവസ്ഥയിലൂടെ കടന്നു പോയ കപ്പിൾസിനെ കുറിച്ചാണ് നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത്. വിഷ്ണു ആൻഡ് അനാമിക ഇവർ ആക്ച്വലി ഫാമിലി വ്ളോഗേഴ്സ് ആണ്. വ്ളോഗിംഗ് തുടങ്ങിയിട്ട് അധിക കാലമായിട്ടില്ല. ഈ ഫാമിലി വ്ളോഗേഴ്സിനൊക്കെ വംശനാശം സംഭവിച്ചതെന്ന് വിചാരിച്ചവർക്ക് തെറ്റി. ഇപ്പോഴും പുതിയ ഫാമിലി വ്ളോഗേഴ്സ് രംഗപ്രവേശനം ചെയ്യുന്നുണ്ട്. അപ്പൊ വിഷ്ണുവും അനാമികയും അവർക്ക് കുഞ്ഞുണ്ടായതിന്റെ വിശേഷം കഴിഞ്ഞ ദിവസം യൂട്യൂബിൽ പങ്കുവച്ചു. ഹോസ്പിറ്റൽ റൂമിലെ ഇവരുടെ ചില മൊമെന്റ്സ് ഷൂട്ട് ചെയ്ത് അതുപോലെ തന്നെ അപ്ലോഡ് ചെയ്യുകയാണ് ഉണ്ടായത്. പേഴ്സണലി ഇമാതിരി വ്ളോഗുകളോടൊന്നും എനിക്ക് താല്പര്യമില്ല. മുമ്പ് ഒരുപാട് തവണ ഫാമിലി വ്ളോഗേഴ്സിനെ ക്രിട്ടിസൈസ് ചെയ്ത് നമ്മൾ സംസാരിച്ചിട്ടുമുണ്ട്. അതുകൊണ്ട് തന്നെ അത് അവിടെ നിൽക്കട്ടെ. ഇവിടെ വിഷയം എന്താണെന്ന് വെച്ചാണെങ്കിൽ ആ വീഡിയോയിലെ ചില കാര്യങ്ങൾ കുറെ ആളുകൾക്ക് തീരെ അങ്ങ് പിടിച്ചില്ല. അവരാണ് നെഗറ്റീവ് കമന്റ്സ് ഇട്ടത്. കമന്റ്സ് ഞാൻ വായിച്ചു തരാം. അതിനു മുമ്പ് വീഡിയോയുടെ ചില ഭാഗങ്ങൾ നമുക്കൊന്ന് കണ്ടുനോക്കാം. നീ ഉണങ്ങാനുണ്ടല്ലോ എന്ന്. ഇത് ബിഗ് മദർ, ഇത് ബിഗ് ഫാദർ, ഇത് ലിറ്റിൽ പ്രിൻസസ്, ഡാഡിയുടെ സ്വന്തം. ഇതിനെല്ലാം മദർ, ബിഗ് മദർ, ബിഗ് മദർ, എന്താ ലിറ്റിൽ മദറാ. ഓക്കെ, ഈ വീഡിയോയിൽ ബൊക്ക പിടിച്ച് നിൽക്കുന്നതാണ് അനാമിക. ബെഡിൽ ഇരിക്കുന്നത് അനാമികയുടെ ഭർത്താവ് വിഷ്ണു. വിഷ്ണുവിന്റെ മടിയിൽ തല വെച്ച് കുഞ്ഞിന്റെ അടുത്ത് കിടക്കുന്നതാണ് വിഷ്ണുവിന്റെ അമ്മ, അതായത് അനാമികയുടെ അമ്മായി അമ്മ. ഈ വീഡിയോ ഇത്രയും കണ്ടതിൽ നിന്നും എന്തെങ്കിലും പ്രശ്നമുള്ളതായിട്ട് നിങ്ങൾക്ക് തോന്നിയോ? തോന്നാൻ ചാൻസ് ഇല്ല, പക്ഷെ ചിലർക്ക് തോന്നി. അതെന്താണെന്നുള്ളത് വീഡിയോയുടെ ബാക്കിയുള്ള ചില ഭാഗം കൂടി കണ്ടതിന് ശേഷം ഞാൻ പറയാം. വീട്ടിലോട്ട് നടക്കുകയാണ്. സാധനങ്ങളൊക്കെ ഞാൻ എടുത്തിട്ടുണ്ട്. എടാ വലിയ അത് എടുക്കണം, അത് ആരും എടുക്കണം. അങ്ങോട്ട് പോന്നു. അല്ല, അത് സ്റ്റെപ്പ് ഇറങ്ങി പോണത്. ഇതിലേക്ക് പോയാൽ കുഴപ്പമില്ല. അല്ല, നമുക്ക് ലിഫ്റ്റിൽ പോവാം. ഞാൻ വലിച്ചോട്ടിക്കുന്നു നടക്കടി. അതുകൊണ്ട് അവരെല്ലാം പോവുക. ഒരു ജാതി പിടിച്ച് താഴുണ്ട്. എന്തോ ഉള്ളേ? ഏത്തക്കപ്പുണ്ട്, ഉള്ളിവട ഉണ്ട്. ഉള്ളിവട അല്ലെങ്കിൽ എത്തിക്കപ്പോ മതി. എനിക്ക് എത്തിക്കപ്പോ. ആ അമ്മ, അമ്മയ്ക്ക് എത്തിക്കപ്പോ. അമ്മയ്ക്കൊന്നും വേണ്ട. അതെന്തോ പ്ലാസ്റ്റിക്കിനകത്തോ? പൊട്ടു അത്. കണ്ടോ? ഓക്കെ, കണ്ടല്ലോ. അമ്മായിമ്മ കുഞ്ഞിന്റെ മേൽ കൂടുതൽ അധികാരം കാണിക്കുന്നു. അനാമികയെ ആരും മൈൻഡ് ചെയ്യുന്നില്ല. അനാമിക കിടക്കേണ്ടടുത്ത് അമ്മായിമ്മ കയറി കിടക്കുന്നു. തുടങ്ങിയ ഇന്റർനാഷണൽ പ്രശ്നങ്ങളാണ് ഈ വീഡിയോ കണ്ട ചില ആളുകൾ കണ്ടെത്തിയത്. ചില കമന്റുകൾ ഞാൻ വായിച്ചുതരാം. ചേട്ടാ, അനാമികയെ മടിയിൽ കിടത്തു, അവളാണ് പ്രസവിച്ചത്, അവളൊന്നും ശ്രദ്ധിക്കുന്നു കൂടെ ഇല്ല, അമ്മ പോലും മൈൻഡ് ആക്കുന്നില്ല, പാവമല്ല അനാമിക, അമ്മ ഭയങ്കര അധികാരം കാണിക്കുന്ന പോലെ, പ്ലീസ് ഇനി ഇത് ആവർത്തിക്കരുത്, ആരും ശ്രദ്ധിച്ചില്ലെങ്കിലും ചേട്ടൻ ശ്രദ്ധിക്കണം, അവൾക്ക് നിങ്ങളെ ഉള്ളൂ, അമ്മയ്ക്ക് വേണം ഈ സമയത്ത് കൂടുതൽ കെയറിങ്, അതാരും കാണിച്ചു കണ്ടില്ല, കുഞ്ഞു വന്നപ്പോൾ കുഞ്ഞിന്റെ അമ്മ പിറകിലായതുപോലെ, ആർക്കും വേണ്ടാത്ത പോലെ, ആ കൊച്ചിനെ ആരും ശ്രദ്ധിക്കുന്നില്ല, ഈ സമയത്ത് അവളല്ലേ ശ്രദ്ധയും കരുതലും മറ്റാരേക്കാളും വേണ്ടത്, അമ്മ പറഞ്ഞതനുസരിച്ച് മാത്രം ജീവിക്കുന്ന മോനാണെന്ന് തോന്നുന്നു, അമ്മയെ കുഞ്ഞിനെ മാത്രം നോക്കിയിരിക്കാതെ മരുമോളും കൂടി ശ്രദ്ധിക്കണേ, പാവമാണ് ആ കൊച്ചി. ഇങ്ങനെ പോകുന്ന ഓരോരോ കമന്റുകൾ. സംഭവം അനാമികയെ ഇഷ്ടപ്പെടുന്ന കുറെ ആളുകൾ ആ ഇഷ്ടത്തിന് പുറത്ത് പറഞ്ഞതാവാനാണ് സാധ്യത. അനാമിക ആരും മൈൻഡ് ചെയ്യുന്നില്ല എന്ന് ഈ വീഡിയോ കണ്ട ആളുകൾക്ക് തോന്നി കാണണം. പക്ഷെ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ വളരെ കുറച്ച് മൊമെന്റ്സ് മാത്രമേ ഇവർ വീഡിയോ എടുത്തിട്ടുള്ളൂ. അല്ലാത്ത സമയങ്ങളിൽ ഇവർ അനാമികയെ കെയർ ചെയ്യുന്നുണ്ടാവാം. പിന്നെ വീഡിയോ ശ്രദ്ധിച്ചാൽ അറിയാം അനാമിക വളരെ ഹാപ്പിയാണ്. സ്വന്തം കുഞ്ഞിനെ എല്ലാവരും എടുക്കുന്നതും കൊഞ്ചിക്കുന്നതും ഒക്കെ
എന്നൊക്കെ എല്ലാ അമ്മമാരും ആഗ്രഹിക്കുന്ന കാര്യങ്ങളാണ്. പ്രത്യേകിച്ച് അമ്മായിമ്മമാർ തന്നെ മക്കളെ എടുത്ത് കൊഞ്ചിക്കുന്നതൊക്കെ മരുമക്കളെ സംബന്ധിച്ച് സന്തോഷം നൽകുന്ന കാര്യങ്ങളാണ്. മാത്രവുമല്ല ഇവിടെ വിഷ്ണുവിന്റെ അമ്മ അനാമികയുടെ അമ്മായിയമ്മയല്ല, അമ്മ തന്നെയാണെന്ന് പറയേണ്ടി വരും. കാരണം വിഷ്ണുവിന്റെ അമ്മ ഒരു അനാഥാലയം നടത്തുന്നുണ്ട്. അമ്മ സ്വന്തമായി നടത്തുന്നതാണോ അവിടെ ജോലി ചെയ്യുന്നതാണോ എന്ന് അറിയില്ല. എന്തായാലും അനാമിക വളർന്നത് ഒരു അനാഥാലയത്തിലാണ്. വിഷ്ണുവിന്റെ അമ്മയാണ് അവളെ വളർത്തിയത്. അങ്ങനെ അവളെ ഇഷ്ടപ്പെട്ടതുകൊണ്ടാണ് സ്വന്തം മകനുമായി കല്യാണം നടത്തി കൊടുത്തതും. സ്വന്തം മകന് വേണ്ടി ഒരു അനാഥ പെൺകുട്ടിയെ തിരഞ്ഞെടുക്കുക എന്ന് പറഞ്ഞാൽ അതിന് വലിയ മനസ്സ് തന്നെ വേണം. സോ അങ്ങനെയുള്ള ഒരു അമ്മക്ക് ഇങ്ങനെയുള്ള കമന്റുകൾ കാണുമ്പോൾ തീർച്ചയായും സങ്കടം വരുമെന്നുള്ളത് ഉറപ്പാണ്. അമ്മയ്ക്ക് മാത്രമല്ല അനാമികയ്ക്കും വിഷ്ണുവിനും ഒക്കെ ഈ കമന്റുകൾ കണ്ടിട്ട് ഒരുപാട് സങ്കടമായി. ഇങ്ങനെയുള്ള എല്ലാവർക്കുമുള്ള മറുപടി എന്നോണം അനാമിക തന്നെ ആ വീഡിയോക്ക് താഴെ ചില കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ഒരു കമന്റ് പിൻ ചെയ്തു വെച്ചു. അതൊന്ന് ഞാൻ വായിച്ചുതരാം. എന്റെ ജീവിതം ജീവിതമാക്കി തന്ന ഒരു വ്യക്തിയാണ് അമ്മ. ഞാൻ പ്രസവിച്ചു എങ്കിൽ എന്റെ അമ്മയ്ക്ക് തന്നെയാണ് ഞങ്ങളുടെ കുഞ്ഞിന്റെ മേൽ അവകാശം. സത്യാവസ്ഥ അറിയാതെ ആരും അമ്മയെ കുറ്റപ്പെടുത്തി സംസാരിക്കരുത്. ഞാൻ സ്നേഹം എന്തെന്ന് അറിയുന്നത് പോലും അമ്മയുടെ അടുത്ത് നിന്നുമാണ്. കുഞ്ഞു വന്നപ്പോൾ എന്നെ ആരും ശ്രദ്ധിക്കുന്നില്ലെന്ന് വിചാരിക്കുന്നത് തെറ്റാണ്. കുഞ്ഞു വന്നതിന് ശേഷം എന്നോട് സ്നേഹവും കരുതലും കൂടിയിട്ടേ ഉള്ളൂ. ഓക്കെ, ഞാൻ സ്നേഹം എന്താണെന്ന് അറിയുന്നത് പോലും വിഷ്ണുയുടെ അമ്മയിൽ നിന്നാണ് എന്നൊക്കെയാണ് അനാമികയോട് പറഞ്ഞു വെക്കുന്നത് അല്ലെ. ഇതിനും വലിയൊരു ക്രെഡിറ്റും അംഗീകാരവും ഒരമ്മയ്ക്ക് കിട്ടാനില്ലല്ലോ അല്ലെ. എന്തായാലും ഇതിനുശേഷം ഈ വിഷയത്തെ കുറിച്ച് കൂടുതൽ വിശദമായി സംസാരിച്ചുകൊണ്ട് അനാമികയും വിഷ്ണുവും ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ആ വീഡിയോയുടെ ചില ഭാഗങ്ങൾ നമുക്ക് കണ്ടുനോക്കാം. അമ്മ മുൻസീറ്റ് ഇരിക്കുന്നു, എന്നേക്കാൾ അധികാരം അമ്മ കുഞ്ഞിന്റെ മേൽ എടുക്കുന്നു. പിന്നെ ഞങ്ങളെ കാട്ടി അധികാരം കൂടുതൽ കുഞ്ഞിന്റെ മേൽ അമ്മയ്ക്ക് തന്നെയാണ്. ഞാൻ പ്രസവിച്ചു എന്നേ ഉള്ളൂ, പക്ഷെ ഈ സ്ഥാപനത്തിലെ എല്ലാ കുഞ്ഞുങ്ങളെയും അമ്മയാണ് നോക്കുന്നതും. 1 വയസ്സുള്ള മോളൊക്കെ ഉണ്ട്, അവളെ എടുക്കുന്നതും നോക്കുന്നതും എല്ലാം അമ്മയാണ്. അപ്പൊ സ്വന്തം മകന്റെ മോള് ജനിക്കുമ്പോൾ ആ അമ്മ അതിനുള്ള അവകാശം കാണിക്കും. അതിൽ ഞങ്ങൾക്കാർക്കും ഒരു പരാതിയില്ല. അത് സിസേറിയൻ ആയിരുന്നു, നിങ്ങൾ പറയുന്നത് പോലല്ല. നമുക്ക് നല്ല വിഷമവും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ അനാമിയെ ശ്രദ്ധിക്കുന്നില്ലെന്നൊക്കെ നിങ്ങൾക്ക് തോന്നാം. കാരണം നിങ്ങൾ ഒരു വീഡിയോ കണ്ടിട്ട് വെറുതെ ഇതിനകത്ത് കമന്റ് ബോക്സിൽ നെഗറ്റീവായിട്ട് ഇടുന്നു. പക്ഷെ നമ്മളിത് കാണുന്നവർ, ഇപ്പൊ അനാമിക കണ്ടാലും എന്റെ അമ്മ കണ്ടാലും നമ്മുടെ ബന്ധുക്കളും നമ്മുടെ അറിയാവുന്നവരും പിന്നെ നിങ്ങൾ കണ്ടാലും അതൊരു നെഗറ്റീവായിട്ട് തോന്നുന്നില്ല. നിങ്ങൾക്ക് ആക്ച്വലി സംഭവിക്കുന്ന അറിയത്തില്ല. ഞങ്ങളോടുള്ള സ്നേഹം കൊണ്ടായിരിക്കും നിങ്ങൾ ഇങ്ങനെയുള്ള കാര്യത്തിലൊക്കെ കൂടുതൽ ശ്രദ്ധിക്കുന്നത്. കാരണം അമ്മ അങ്ങനെ പറയുമ്പോഴത്തേനും അത് എനിക്കും അനാമികയ്ക്കും പിന്നെ ഈ വീഡിയോ കാണുന്ന എല്ലാവർക്കും അതൊരു വിഷമം വരും. കാരണം അമ്മ എന്നെ ആണെങ്കിലും അനാമിക എന്നാലും ഞങ്ങളെ ഒന്നിപ്പിച്ച് തന്നേലും എല്ലാം. എന്നിട്ട് ആ അമ്മ ഒരിക്കലും കുഞ്ഞിന്റെ മേളിൽ അധികാരം കാണിക്കുന്ന ആ അമ്മയുടെ കുഞ്ഞായതുകൊണ്ടല്ലേ. ഇപ്പൊ നിങ്ങളുടെ വീട്ടില് നിങ്ങൾക്കൊരു കുട്ടി ഉണ്ടാകുമ്പോഴത്തേനും നിങ്ങളുടെ അമ്മയും അച്ഛനും അതിനെ എടുക്കല്, തൊടല്, ഉമ്മ വെക്കരുത് അങ്ങനെയൊക്കെ പറയാൻ പറ്റുമോ? ആ സ്ഥാപനത്തിൽ അത്രയും പേര് അമ്മമാരെയും കുഞ്ഞുങ്ങളെ നോക്കുന്നത് അമ്മയാണ്. ആ അമ്മയ്ക്ക് പിന്നെ സ്വന്തം ജോലിയിൽ ഒരു കുഞ്ഞ് ജനിക്കുമ്പോഴത്തേക്ക് സ്നേഹം കാണിക്കത്തല്ലേ ഉള്ളൂ. അതിൽ ഞങ്ങൾക്കൊരു പരാതിയില്ല. ഞങ്ങളുടെ കുഞ്ഞിനെ സ്നേഹിക്കുന്നെങ്കിൽ അത് അമ്മയാണ് സ്നേഹിക്കുന്നത്. അപ്പോൾ ഒരിക്കലും ഞങ്ങൾ ഇടുന്ന വീഡിയോയ്ക്ക് ഇങ്ങനത്തെയുള്ള കമന്റുകൾ ഇടരുത് പ്ലീസ്. ആരും തെറ്റിദ്ധരിക്കരുത്. ഇതല്ല ജീവിതം. ഈ വീഡിയോ കൂടെ കാണുമ്പോൾ ഉള്ളത് മാത്രം, വീഡിയോ കൂടെ കാണുമ്പോൾ അത്ര സെക്കൻഡിനുള്ളത് മാത്രമേ കാണുന്നുള്ളൂ. ഓക്കെ, അങ്ങനെയൊക്കെയാണ് ഇപ്പൊ കാര്യങ്ങൾ. വീഡിയോയിൽ കാണുന്ന ചില മൊമെന്റ്സ് മാത്രമല്ല ജീവിതം, അതിനപ്പുറത്തേക്ക് ഒരുപാട് കാര്യങ്ങളുണ്ട്. അതുകൊണ്ട് തന്നെ വീഡിയോ മാത്രം കണ്ട് ഒന്നിനെയും വിലയിരുത്തരുത് അല്ലെ. സത്യമാണ് ഇവിടെ അനാമികയും വിഷ്ണുവും പറഞ്ഞു. ഫാമിലി വ്ലോഗേഴ്സിന്റെ കാര്യത്തിൽ നമ്മൾ എപ്പോഴും പറയുന്നതാണ്, വീഡിയോയിൽ കാണുന്നത് മാത്രമല്ല ജീവിതം. റിയൽ ലൈഫ് ഈസ് നോട്ട് റിയൽ ലൈഫ്. അത് നെഗറ്റീവ് ആയാലും പോസിറ്റീവ് ആയാലും അങ്ങനെ തന്നെ. പിന്നെ മറ്റൊരു കാര്യം, ഇവിടെ അനാമികയുടെയും വിഷ്ണുവിന്റെയും ഭാഗത്ത് ഒരു തെറ്റുണ്ട്. നിങ്ങളുടെ പേഴ്സണൽ മൊമെന്റ് ആണ് നിങ്ങൾ പബ്ലിക്കിന് മുന്നിൽ തുറന്ന് വെച്ച് കൊടുക്കുന്നത്. അത് ഭയങ്കര ഡേഞ്ചറാണ്. ആളുകൾ നിങ്ങൾ എപ്പോഴും ജഡ്ജ് ചെയ്തുകൊണ്ടേയിരിക്കും. നിങ്ങൾ അവരുടെ സ്വന്തമാണെന്നുള്ള രീതിയിൽ നിങ്ങളുടെ ഓരോരോ കാര്യങ്ങളിലും കയറി ഇടപെടും. ഇപ്പൊ അമ്മായിമ്മയുമായി ബന്ധപ്പെട്ടുള്ള ഈ വിഷയം പോലെ തന്നെ നിങ്ങൾ മനസ്സിൽ പോലും വിചാരിക്കാത്ത പല കാര്യങ്ങളും അവർ കണ്ടുപിടിക്കും. അമ്മയുടെ പക്ഷം ചേരാൻ കുറെ പേരുണ്ടാവും, അനാമികയുടെയും വിഷ്ണുവിന്റെയും പക്ഷം ചേരാൻ കുറെ ആളുകൾ ഉണ്ടാവും. അങ്ങനെ നിങ്ങൾ പോലും അറിയാതെ നിങ്ങൾക്കിടയിൽ ഭിന്നത സംഭവിക്കാനുള്ള സാധ്യതയുണ്ട്. ഇപ്പൊ തന്നെ നോക്കൂ, നിങ്ങൾക്ക് അമ്മായിമ്മയുമായിട്ട് യാതൊരു പ്രശ്നവും ഇല്ലാന്ന് ജനങ്ങളെ ബോധിപ്പിക്കാൻ വേണ്ടി ഒരു വീഡിയോ പോലും ചെയ്യേണ്ടി വന്നില്ലേ? അതുപോലെ ഇനിയും ഒരുപാട് ബോധിപ്പിക്കലുകൾ നടത്തേണ്ടി വരും. ഫാമിലി വ്ലോഗ് എന്ന് പറഞ്ഞാൽ ഇരുതല മൂർച്ചയുള്ള ഒരു വാളാണ്. സോ സൂക്ഷിച്ചും കണ്ട് മുന്നോട്ട് പോവുക. നിങ്ങളുടെ എല്ലാ മൊമെന്റ്സും എടുത്ത് പബ്ലിക് ആക്കാതിരിക്കുക. ഫാമിലി വ്ലോഗിലൂടെ കൈ പൊള്ളിയ ഒരുപാട് പേർ നിങ്ങൾക്ക് ചുറ്റിലുമുണ്ട്. അവരുടെ എല്ലാം അനുഭവങ്ങൾ കണ്ടുപഠിക്കുക. കൂടുതലൊന്നും ഞാൻ പറയുന്നില്ല. എന്താണെന്ന് കേട്ട് നിങ്ങൾക്ക് തോന്നുന്നത് താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുമല്ലോ. അടുത്ത ടോപ്പിക്കുമായി കാണാം.